ക്ഷേത്രങ്ങളുടെ നാടായ തൃശൂരിന്റെ മറ്റൊരു തിലകക്കുറിയാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം. ഭഗവാൻ പരമശിവൻ നൃത്തമാടിയ ഇടമാണ് ഈ ക്ഷേത്രം. സുന്ദരമൂർത്തി നായനാർ എന്ന കവി ഒരിക്കൽ ഈ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ വെച്ച് ശിവന്റെ കീർത്തനങ്ങൾ പാടുകയുണ്ടായി. അതിൽ ആകൃഷ്ടനായ ഭഗവാൻ ക്ഷേത്രത്തിൽ നൃത്തം ചെയ്തുവെന്നും ഭഗവാന്റെ ചിലമ്പൊലി ക്ഷേത്രത്തിൽ അലയടിച്ചു എന്നുമാണ് വിശ്വാസം. മഹാശിവരാത്രി ദിവസം പാർവതി ദേവിയോടൊപ്പമാണ് ഭഗവാൻ പരമശിവൻ ഇവിടെ എഴുന്നള്ളുന്നത്. കേരളത്തിൽ ഏറ്റവുമധികം ഉപദേവതമാരുള്ള ക്ഷേത്രമെന്ന ബഹുമതിയും തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിനുള്ളതാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ ശൈവ നായനാർമാരുടെ കാവ്യങ്ങൾ വഴി പ്രശസ്തമായ 275 ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള ഒരേയൊരു ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം. ചേര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിക്കുന്നത് ചേരമാൻ പെരുമാളാണ്. കടുത്ത ശൈവഭക്തരായിരുന്ന പെരുമാളും സുഹൃത്തായ സുന്ദരമൂർത്തി നായനാരും ശിവകീർത്തനങ്ങൾ പാടി ദക്ഷിണേന്ത്യ മുഴുവൻ സഞ്ചരിച്ചു.